ഹായ് ഫ്രണ്ട്സ്, വിക്രം വേദിയുടെ പുതിയൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധയുടെ അമ്മ ശ്രീനിവാസൻ സാറിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്, എന്തിനാ കാണുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു പരാതി കൊടുക്കാനാണെന്ന് പറയുമ്പോഴേക്കും ആ പരാതി കൂട്ടുകാരൻ വാങ്ങിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വിക്രമിൻ്റെ ശല്യത്തിൽ നിന്ന് എൻ്റെ മോളെ ഒഴിവാക്കി തരണം എന്നിങ്ങനെയൊക്കെയാണ് വിക്രമിനെ കുറിച്ചുള്ള പരാതിയാണ്. ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ വിക്രം വല്ലാണ്ട് വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് വിക്രം ഇങ്ങനെ രാധയുടെ അമ്മയോടായിട്ട് പറയുന്നുണ്ട്, അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനമ്മേ? ഞാൻ ഒരിക്കലും അവളോട് എനിക്കിഷ്ടമാണെന്നോ ഞാൻ വിവാഹം കഴിക്കാമെന്നോ അവളോട് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അവളോട് എൻ്റെ അടുത്ത് വരുമ്പോഴൊക്കെ ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? ഇനി ഇതിനിപ്പോൾ അമ്മയ്ക്ക് എന്നോട് ഒന്ന് പറഞ്ഞാൽ പോരായിരുന്നു? ഇതിനിപ്പോൾ ശ്രീനിവാസ സാറിന് പരാതി കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അമ്മയ്ക്ക് നിർബന്ധമാണെങ്കിൽ കൊടുത്തോളൂ എന്നിങ്ങനെ വിക്രം പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും രാധയുടെ അമ്മ പറയുന്നുണ്ട്, എനിക്ക് ഒരുപാടൊന്നും ഇല്ല, എനിക്ക് ഒന്നേ ഉള്ളൂ. അതിൻ്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ മോളുടെ ജീവിതം വെച്ചിട്ടാ എല്ലാവരും കൂടി കളിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ രാധയുടെ അമ്മ പറയുമ്പോഴേക്കും വിക്രം ചോദിക്കുന്നുണ്ട്, അതിനിപ്പോൾ ഞാൻ എന്ത് വേണമെന്നാ? ഞാൻ നാട് വിട്ടു പോണോ? രാധയുടെ അമ്മ അപ്പോൾ മറുപടി പറയുന്നുണ്ട്, അതെ, എനിക്കിതൊന്നും അറിയില്ല. എനിക്ക് എൻ്റെ മോളുടെ ജീവിതമാണ് വലുത്. എൻ്റെ മോള് നീ കാരണം നശിക്കാൻ പാടില്ല. എനിക്കത്ര അറിയൂ എന്ന് പറഞ്ഞിട്ട് രാധയുടെ അമ്മ അവിടെ നിന്ന് ശ്രീനി സാറിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. രാത്രിയാവുമ്പോഴേക്കും വിക്രം വീട്ടിലേക്ക് വരുന്നുണ്ട്. ഈ സമയം രാധ കിടന്നിട്ടുണ്ടാവും. അപ്പോഴേക്കും വിക്രം വന്നിട്ട് വരാന്തയിൽ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. വിക്രം ആകെ മുഖമൊക്കെ വല്ലാണ്ട് വിഷമിച്ചായിരിക്കും വന്നിരിക്കുന്നത്. അപ്പോൾ വേദ പോയിട്ട് അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ, വിക്രം വന്നിട്ടുണ്ട്, എന്താണെന്നറിയില്ല, പുറത്ത് തന്നെ ഇരിക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും കമലാമ്മ പറയുന്നുണ്ട്, മോള് പോയി കിടന്നു, ഞാൻ അവനെ ചോറെടുത്ത് കൊടുത്തോളാം. എന്നിട്ട് കമലാമ്മ വിക്രമിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താടാ, എന്തു പറ്റി നീ ഇവിടെ തന്നെ കിടന്നത്? ഒന്നുമില്ലമ്മേ, എന്നാലും നിന്റെ മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നല്ലോ, എന്താടാ, എന്തു പറ്റിയെന്നിങ്ങനെ കമലാമ്മ ചോദിക്കുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, ഒന്നുമില്ലമ്മേ, ഇന്ന് രാധയുടെ അമ്മ ശ്രീനി സാറിനെ കാണാൻ വന്നിരുന്നു ഒരു പരാതിയുമായിട്ട്. അതിനെന്താടാ, നിനക്കെന്താ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് പരാതിക്കാരൻ ഞാനാണമ്മേ. അതിന് നീ എന്ത് ചെയ്തു? അവളല്ലേ എപ്പോഴും വിക്രം വിക്രം എന്ന് പറഞ്ഞിട്ട് മോൻ്റെ പുറകെ നടക്കുന്നത്? അതേ അമ്മേ, ഞാൻ അവളോട് ഒരിക്കൽ പോലും ഒരു തവണ പോലും ഇഷ്ടമാണെന്നോ അവളെ കാണാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് അവരങ്ങനെ പറഞ്ഞതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ലമ്മേ എന്നിങ്ങനെ പറയുമ്പോഴേക്ക് കമലാമ്മ പറയുന്നുണ്ട്, മോൻ വിഷമിക്കാതിരിക്കെ, മോൻ ഒരു തെറ്റും ചെയ്യില്ലെന്ന് ഈ അമ്മയ്ക്കറിയാം. പിന്നെ വിക്രം പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അവൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അമ്മ ഒത്തിരി സംസാരിക്കാനൊന്നും പോകണ്ട, അത് ഞാൻ ശ്രദ്ധിച്ചോളാം മോനെ, മോൻ പോയി കുളിച്ചിട്ട് വാ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ കമലാമ്മയുടെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് വിക്രം ഇങ്ങനെ കുളിക്കാനായിട്ട് പോകുന്നുണ്ട്. ഈ സമയം വേദ ഉറങ്ങിയിട്ടുണ്ടാവില്ല, തലയിൽ കൂടി ഇങ്ങനെ പുതപ്പൊക്കെ ഇട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും കമല അകത്തേക്ക് വന്നിട്ട് വേദയോട് ചോദിക്കുന്നുണ്ട്, എന്താ മോൾ ഉറങ്ങിയില്ലേ? ഇല്ലമ്മേ. എന്തു പറ്റി? ആളിന്ന് എന്തോ സൈലൻറ്റിലാണല്ലോ, എന്തെങ്കിലും കുഴപ്പമൊപ്പിച്ചിട്ടുള്ള വരവാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും കമലാമ്മ പറയുന്നുണ്ട്, അല്ല മോളെ, ഇന്ന് ആ രാധയുടെ അമ്മ ശ്രീനി സാറിനെ കാണാൻ ചെന്നിരുന്നെന്ന്. ഇവനെ ഒരിക്കലും ഇനി രാധയെ കാണുവാനോ സംസാരിക്കാനോ പാടില്ല എന്ന് പരാതി കൊടുക്കാനാ പോയതെന്നിങ്ങനെ പറയുമ്പോഴേക്കും വേദ പറയുന്നുണ്ട്, അതിന് വിക്രം എന്ത് ചെയ്തെന്നാ? അവളല്ലേ ഏത് നേരം വിക്രം വിക്രം എന്നും പറഞ്ഞിട്ട് എപ്പോഴും വിക്രമിനെ ശല്യം ചെയ്തുകൊണ്ട് നടക്കുന്നത്? അതിന് അവൾക്കിട്ട് 2 തല്ലു കൊടുക്കേണ്ടത് എന്നിങ്ങനെ പറയാൻ കേട്ടോ വേദ. കമലാമ്മ പറയുന്നുണ്ട്, അത് തന്നെയാ ഞാനും അവനോട് പറഞ്ഞത്. അവൻ ഒരിക്കലും അവളെ അങ്ങനെ ഒരു രീതിയിൽ കണ്ടിട്ടില്ല എന്ന് പറയുകയാണ് കേട്ടോ. എന്തായാലും മോള് കിടന്നു, ഞാൻ പോയി അവന് ചോറെടുത്ത് വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കമലാമ്മ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ വിക്രം കുളിയൊക്കെ കഴിഞ്ഞ് കയറി വരുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് വേദ പെട്ടെന്ന് തലയിൽ പുതപ്പിട്ട് മൂടുന്നുണ്ട്. ഇതെന്നാ നമ്മുടെ വിക്രം കാണുന്നുണ്ട്. എന്താടി, നിനക്ക് ഇതുവരെ ഉറങ്ങാറായില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും വേദ പറയുന്നുണ്ട്, അതെ, പാതിരാത്രിയായി, ഈ വീട്ടിലെ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട്, ചോറ് കഴിച്ചിട്ടേ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് ഗുണ്ട വിക്രമേ എന്നിങ്ങനെ വേദ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വിക്രമിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. പാതിരാത്രി ആയാലും ഇങ്ങനെ ഉറങ്ങാതെ കിടന്നോളും, മനുഷ്യനെ മെനക്കെടുത്താനെന്ന് പറഞ്ഞിട്ട് വിക്രമിനെ വേദ ഇങ്ങനെ ചവിട്ടാനായിട്ട് കാല് പൊക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് വേദ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് വേദ ഇങ്ങനെ പെട്ടെന്ന് പുതപ്പ് മൂടുകയാണ് കേട്ടോ. എന്നിട്ട് വിക്രം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്. കമലാമ്മ ചോറെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറൊക്കെ എടുത്ത് കഴിച്ചതിന് ശേഷം വിക്രം ഇങ്ങനെ വരുമ്പോഴേക്കും വേദ നല്ല ഉറക്കം ആയിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന വേദയെ അല്പനേരം ഇങ്ങനെ വിക്രം നോക്കി നിന്നതിന് ശേഷം ചിരിച്ചുകൊണ്ട്
ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും കമലാമ്മ ചോദിക്കുന്നുണ്ട്, അവൾ ഉറങ്ങിയില്ലേ, നീ പിന്നെ എന്തിനാ പിന്നെയും സംസാരിക്കാൻ നിൽക്കുന്നേ, പോയി കിടന്ന് ഉറങ്ങാൻ നോക്കടാ. ഇത് കേട്ടിട്ട് വിക്രം അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നീടായിട്ട് കാണിക്കുന്നത് നേരം വെളുക്കുമ്പോഴേക്കും വേദ ഇങ്ങനെ ചായയുമായിട്ട് വിക്രമിനെ പോയി തട്ടി വിളിക്കുന്നുണ്ട്. വിക്രം ഇങ്ങനെ ഞെട്ടി ചാടി എഴുന്നേക്കുന്നുണ്ട് കേട്ടോ. എന്താടി വേദാളവേ രാവിലെ എന്നിങ്ങനെ ചോദിച്ച് ദേഷ്യപ്പെടുന്ന സമയത്ത് വേദ പറയുന്നുണ്ട്, എന്താ മനുഷ്യ നിങ്ങൾക്ക് ഒരു ബോധവും ഇല്ലേ? ഈ വീട്ടിലിപ്പോൾ ഈ നേരം വെളുത്തിട്ടും എഴുന്നേക്കാത്തത് നിങ്ങൾ മാത്രമേ ഉള്ളൂ. വിശ്വേട്ടൻ വരെ രാവിലെ എഴുന്നേറ്റ് ദേ ജോലിക്ക് പോകാൻ തുടങ്ങുന്നു എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും എന്താ ആര്? വിശ്വേട്ടനോ? ആ, വിശ്വേട്ടൻ ജോലിക്ക് പോകുന്നെന്ന്. അതിനിപ്പോൾ എന്താന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ആരാ, നീയാണോ ജോലി ശരിയാക്കി കൊടുത്തേ? അതെ, അതിനിപ്പോൾ നിങ്ങൾക്ക് എന്താന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ വേദ. നിങ്ങൾക്കും എന്തേലും ജോലിക്ക് പൊക്കൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വിക്രം ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന സമയത്ത് വേദ ഇങ്ങനെ വീണ്ടും വിക്രമിനെ കലി പിടിപ്പിക്കാനായിട്ട് പറയുന്നുണ്ട്. അതിന് നിങ്ങൾക്കിങ്ങനെ ആളിനെ പോയി തല്ലാനും കൊല്ലാനും അല്ലേ അറിയുള്ളൂ, മേലാണെങ്കിൽ ഒരു അധ്വാനിച്ച് 10 പൈസ ഉണ്ടാക്കിക്കൂടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതെ, ആരെയും തല്ലാനും കൊല്ലാനും ആർക്കും പറ്റും, 4 പേരെ ഒന്നിച്ച് തല്ലാനേ ആരെ കൊണ്ടും ആവും, മേലാണെങ്കിൽ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നിങ്ങനെ പറയുമ്പോഴേക്കും നീ ഒന്ന് ോടി വേദാണോ എന്നിങ്ങനെ വിക്രം ദേഷ്യപ്പെട്ടു പറയാണ് കേട്ടോ. അപ്പോഴേക്കും വേദ വീണ്ടും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കി ചിരിക്കുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, നീ ഇന്ന് എൻ്റെ കൈയുടെ ചൂടറിഞ്ഞുകൊണ്ട് പോകത്തുള്ളൂ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വേദ പറയുന്നുണ്ട്, എങ്ങനെ ആ ചൂട് ഞാനൊന്ന് അറിയട്ടെ, എൻ്റെ ദേഹത്തൊന്ന് തൊട്ടു നോക്കെന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, നീ എന്തും ചെയ്യാൻ മടിക്കത്തില്ല, എനിക്കറിയാടി, നീ ഇപ്പോൾ ഇവിടെ നിന്ന് പോയില്ലെങ്കിലേ ഞാൻ ഇറങ്ങി പോകുന്നിങ്ങനെ വിക്രം പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുമ്പോഴേക്കും വേദ പറയുന്നുണ്ട്, അയ്യോ നിങ്ങൾ റൂമിന് പുറത്തേക്കെങ്ങും പോകല്ലേ, നന്നായിട്ട് കിടന്നുറങ്ങി ഉച്ചവയിലേക്ക് ആയിട്ട് പതുക്കെ എഴുന്നേറ്റ് വന്നാൽ മതി, ഞാൻ പൊക്കോളാന്ന് പറഞ്ഞിട്ട് വേദ ഇങ്ങനെ വിക്രമിനെ നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോവാണ് കേട്ടോ. ഈ സമയം കമലാമ്മയും നന്ദിനിയും ശ്രീജയും എല്ലാവരും കൂടി കിച്ചണിൽ ഓരോരോ പണികളായിരിക്കും. അപ്പോൾ ശ്രീജ ഇങ്ങനെ ചോറൊക്കെ എടുക്കത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വേദ ചോദിക്കുന്നുണ്ട്, എന്താ ശ്രീജേട്ടത്തി എല്ലാം റെഡിയായോ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് ആ വിഷുവേട്ടൻ താണ്ടെ പോവാനായിട്ട് ഒരുങ്ങുന്നു, കൊണ്ടുപോകാനുള്ള ചോറ് ഞാൻ റെഡിയാക്കുകയാണ്. അപ്പോൾ എന്നിട്ട് വിഷുവേട്ടൻ റെഡിയായോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രീജ പറയുന്നുണ്ട്, ആ മോളെ വിഷുവേട്ടൻ ഇന്ന് നല്ല ഹാപ്പിയാണ്, അച്ഛൻ ഓണത്തിന് കൊടുത്ത ഡ്രസ്സൊക്കെ ഇട്ട് വിഷുവേട്ടൻ റെഡി ആയിട്ടുണ്ടെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ശ്രീജ. എന്നിട്ട് വീണ്ടും ശ്രീജ പറയുന്നുണ്ട്, അതെ രാവിലെ 6 മണിയായപ്പോഴേക്കും വിശ്വേട്ടന എന്നെയും വിളിച്ചുണർത്തിയത്, എഴുന്നേക്കെന്ന് പറഞ്ഞിട്ട് ജോലിക്ക് പോകാനായിട്ട് സമയമാവുന്നു എന്ന് പറഞ്ഞ് വിളിച്ചുണർത്തിയപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയെന്നിങ്ങനെ ശ്രീജ പറയുന്ന സമയത്ത് വേദയ്ക്കും കമലയ്ക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പിന്നീടായിട്ട് വിഷു ഇങ്ങനെ പോവാനായിട്ട് റെഡിയായി ഇറങ്ങുകയാണല്ലോ. വേദ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും ആദ്യമായിട്ട് ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുകയല്ലേ, ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വിഷു ഇങ്ങനെ താങ്ക് യു വേദ എന്നിങ്ങനെ പറയുമ്പോഴേക്കും വേദ പറയുന്നുണ്ട്, അതെ വിശ്വേട്ടന് ഇനി എന്ന് നന്നായിട്ട് ജോലിക്ക് പോകണം, വിശ്വേട്ടന് ജോലിയൊക്കെ ഇഷ്ടമാവും, ഇനിയിപ്പോൾ ഇഷ്ടമായില്ലെങ്കിലും പതിയെ ഇഷ്ടമായിക്കോളും, ഇനി ഇത് പാതി വെച്ച് നിർത്തി പോരാനൊന്നും പറ്റില്ല കേട്ടോ, അത് നമ്മൾ സൈൻ ചെയ്തിട്ടാണ് ജോലിയിൽ കയറുന്നതെന്ന് അറിയാമല്ലോ വിശ്വേട്ടന്, അതൊക്കെ അറിയാം വേദ, ഇനിയിപ്പോൾ ഇനി ഇത്രയും നാളെ നിങ്ങൾ കണ്ട വിശ്വേട്ടനല്ല, പുതിയൊരു വിശ്വത്തെയാണ് എല്ലാവരും കാണാൻ പോകുന്നത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും ശ്രീജയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇതെല്ലാം കണ്ടിട്ട് നന്ദിനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നന്ദിനി ഇങ്ങനെ ദേഷ്യപ്പെട്ട് വേദയെ നോക്കുന്നുണ്ട്. ഈ സമയം സുധാകരൻ മാഷ് ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങോട്ടേക്ക് നമ്മുടെ വിശ്വൻ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛാ എങ്ങനെയുണ്ട് അച്ഛാ എൻ്റെ ഡ്രസ്സ്, അടിപൊളിയായിട്ടില്ലേ എന്നിങ്ങനെ ചോദിക്കാണ് കേട്ടോ. അപ്പോഴേക്കും സുധാകരൻ മാഷ് ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാ രാവിലെ കെട്ടിയൊരുങ്ങി പോകുന്നത്, ജോലി അന്വേഷിച്ചായിരിക്കല്ലേ, ഇനി കുറേ ദിവസം ഇതെന്നും പറഞ്ഞിങ്ങനെ അങ്ങ് ഇറങ്ങാമല്ലോ അല്ലേ എന്നിങ്ങനെ പറയുമ്പോഴേക്കും വിശ്വ ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് ശ്രീജ പറയുന്നുണ്ട്, അല്ല അച്ഛാ വിശ്വേട്ടന് ഒരു ജോലി റെഡി ആയിട്ടുണ്ട് എന്നിങ്ങനെ പറയുമ്പോഴേക്കും ആ ജോലി റെഡിയായോ, ഓ 1-2 ആഴ്ചയ്ക്കുള്ളിൽ അത് കഴിഞ്ഞ് വീട്ടിൽ കയറി ഇരിക്കുമല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അല്ല അത് വേദ റെഡിയാക്കി കൊടുത്ത ജോലിയാണോ, അത് നല്ല ശമ്പളം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും നന്ദിനിയും വിനായകനും ഇങ്ങനെ പെട്ടെന്ന് ഞെട്ടി വാവിളിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഇത് കേട്ടുകൊണ്ട് വിക്രമും മുറ്റത്തേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും മാഷ് വീണ്ടും പറയുന്നുണ്ട്, ആ എന്തായാലും അധ്വാനിച്ച് മേലനങ്ങി ജീവിച്ച നിനക്ക് നിന്റെ ഭാര്യയ്ക്കും കൊള്ളാം, ഞങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല, തന്നില്ലെങ്കിലും കുഴപ്പമില്ല, നീ വല്ലവനെ കട്ടും തല്ലി അടിച്ചും കൊന്നും ജീവിക്കുന്നതിനേക്കാളും നല്ലത് അന്തസ്സായിട്ടൊരു ജോലി ചെയ്ത് ജീവിക്കുന്നത് തന്നെയാണ് നല്ലതെന്നിങ്ങനെ പറയുമ്പോഴേക്കും വിക്രം ഇങ്ങനെ തലകുനിച്ച് നിൽക്കുകയാണ് കേട്ടോ.
അങ്ങനെ വിഷു മാഷിൻ്റെ കാല് വീണ് അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് എല്ലാവരോടും പറഞ്ഞിങ്ങനെ ജോലിക്കായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ മാഷിനാണെങ്കിൽ പുറമെ നല്ല ദേഷ്യം കാണുന്നുണ്ടെങ്കിലും വിഷുവിന് മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിച്ചിട്ട് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് കമലാമ്മയുടെ കണ്ണ് നിറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി നിന്നിട്ട് അകത്തേക്ക് കയറി പോവുകയാണ്. ഈ സമയം വിക്രം ഇങ്ങനെ ചെറു പുഞ്ചിരിയോടുകൂടി വിശ്വം പോകുന്ന ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴേക്കും വേദ അങ്ങോട്ടേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം തോന്നുന്നില്ലേ? നിങ്ങൾക്കും ആഗ്രഹമില്ലേ ഇങ്ങനെയൊക്കെ ഒരു ജോലി ചെയ്ത് ജീവിക്കണമെന്ന്? ഇത് ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ അച്ഛൻ്റെയും അമ്മയുടെയും സന്തോഷം? ആ സ്ഥാനത്ത് നിങ്ങളാണ് ഒരു ജോലിക്ക് ഇറങ്ങി പോകുന്നെങ്കിൽ അവരുടെ സന്തോഷം ഇരട്ടിയാകത്തേ ഉള്ളൂ. അതെങ്ങനെ? നിങ്ങൾക്കിതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ എന്നിങ്ങനെ വേദ ഇങ്ങനെ വിക്രമിനോടായിട്ട് പറയുകയാണ് കേട്ടോ. അതെ, ഗുണ്ടവിക്രം എന്നും ഗുണ്ടവിക്രം തന്നെയാന്ന് പറഞ്ഞിട്ട് വേദ ഇങ്ങനെ വിക്രമിനെ നോക്കിയിട്ട് അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ. അങ്ങനെ വിക്രമാണെങ്കിൽ കുളിക്കാനായിട്ട് പിന്നെ അങ്ങ് പോകുന്നുണ്ട്. വേദയാണെങ്കിൽ കമലാമ്മയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും കമലാമ്മ പറയുന്നുണ്ട്, മോളെ വേദ, ഇന്ന് ഞാൻ ജീവിതത്തിൽ ഒരുപാട് സന്തോഷിച്ച ദിവസമാണ്. എൻ്റെ വിശ്വം ഒരു ജോലിക്കിറങ്ങി പോയല്ലോ. ശ്രീജയ്ക്കും അതുകൊണ്ട് ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. ഇതിനൊക്കെ കാരണം മോള് വന്നതിൽ പിന്നെ ഈ വീട്ടിൽ എല്ലാം നല്ലതേ നടന്നിട്ടുള്ളൂ. മോൾ ഈ വീടിൻ്റെ മഹാലക്ഷ്മിയാ എന്നൊക്കെ പറഞ്ഞിട്ട് വേദ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ശ്രീജ ഇങ്ങനെ വന്നിട്ട് വേദയോടായിട്ട് പറയുന്നുണ്ട്, അതേ ശ്രീജ, എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നിങ്ങനെ പറയുമ്പോഴേക്കും നന്ദിനി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്തായാലും വിശ്വേട്ടനല്ലേ, ഒന്നോ രണ്ടോ ദിവസം പോയിട്ടേ വിശ്വേട്ടൻ ജോലി അങ്ങ് നിർത്തിക്കോളും എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും വേദ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, അതെ, നന്ദിനിയായിട്ട് ആഗ്രഹിക്കുന്ന പോലെ എന്തായാലും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ ഇടയ്ക്ക് വെച്ച് നിർത്തി പോരാൻ പറ്റുന്ന ജോലിയല്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും നന്ദിനി ഇങ്ങനെ വല്ലാണ്ട് മുഖം വെച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ശ്രീജ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതെ, എനിക്ക് വേദയെ വിശ്വാസമാണ്. വേദ പറഞ്ഞിട്ടല്ലേ വിശ്വേട്ടൻ ജോലിക്ക് പോയത്. അതുകൊണ്ട് എനിക്ക് വേദയെ ഒരുപാട് വിശ്വാസമാണ്. വേദ വന്നതിൽ പിന്നെയാണ് എനിക്ക് ഇങ്ങനെയുള്ള മാറ്റങ്ങളും ഒരുപാട് സന്തോഷമൊക്കെ ആയതെന്നൊക്കെ ഇങ്ങനെ ശ്രീജയും പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് മനസ്സ് നിറഞ്ഞ് വേദയും സന്തോഷിക്കുന്നുണ്ട്. ഇത് കേട്ട് ദേഷ്യപ്പെട്ട് നന്ദിനി അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. പിന്നീടായിട്ട് കാണിക്കുന്നത് വിക്രം ഇങ്ങനെ ആകെ എന്തോ നിരാശ പോലെ കട്ടിലിൽ വന്നിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് വേദ വരുന്നുണ്ട്. വേദ ഇങ്ങനെ വിക്രമിൻ്റെ അടുത്തേക്ക് വന്നിട്ട് വിക്രമിനോട് പറയുന്നുണ്ട്, എന്താ നിങ്ങൾക്കും ഇപ്പോൾ മനസ്സിന് എന്തൊക്കെയോ മാറ്റം വരുന്നുണ്ടല്ലേ? നിങ്ങൾക്ക് മാറാൻ പറ്റും വിക്രം. നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കൽ പരാജയപ്പെട്ടെങ്കിൽ അതേന്നും പറഞ്ഞ് ഇരിക്കാതെ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് പരിശ്രമിക്കണം. അപ്പോഴല്ലേ ജീവിതത്തിന് ഒരർത്ഥം ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട് വിക്രം എന്നിങ്ങനെയൊക്കെ വേദ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് വിക്രമിനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അതെ, സന്തോഷം വന്നാൽ അത് പുറത്ത് പ്രകടിപ്പിക്കണം. സങ്കടമാണെങ്കിലും അത് പുറത്ത് പ്രകടിപ്പിക്കാൻ കഴിയണം മനുഷ്യന്. അങ്ങനെയല്ലേ ജീവിതത്തിന് ഒരർത്ഥമാകുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ വേദ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, നീ എന്നെ ഒന്ന് പറഞ്ഞ് മനസ്സ് തിരുത്താന്നൊന്നും നീ ശ്രമിക്കണ്ട. നിന്റെ ഈ വാക്കുകൾ കേട്ടിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് എഴുന്നേക്ക് പോകാൻ ശ്രമിക്കുമ്പോഴേക്കും വേദ പറയുന്നുണ്ട്, ആര് പറഞ്ഞു? നിങ്ങളുടെ കണ്ണുകളിൽ നിന്ന് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല മാനസാന്തരം ഉണ്ടായിട്ടുണ്ട്. അത് എന്തിനാ വിക്രം നിങ്ങളിങ്ങനെ മറച്ചു വെക്കുന്നത്?